ആ ഫസലേ, ഇല്ലടാ ഞാനിന്ന് വരുന്നില്ല. നമ്മൾ ക്ലിയറ്റോടെ അപ്പച്ചൻ മരിച്ചു പോയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് പോവുക. ഞാൻ എന്തായാലും വിളിച്ചോളാം. അമ്മ ജമന്തി, ഇങ്ങോട്ട് വരി. ഇങ്ങോട്ട് എത്ര നേരമായത്. ഈ ലോകത്തുള്ള പെണ്ണുങ്ങളെല്ലാം എങ്ങനെയാണ് അമ്മ? നമ്മളൊക്കെ എല്ലായിടത്തും പറയും, എല്ലാവരും ആണുങ്ങളൊക്കെ റെഡി ആയിരുന്നാലും പെണ്ണുങ്ങൾ ഒരു തരത്തിൽ സമയത്ത് വരും. ഒരു സിനിമയ്ക്ക് പോകണമെങ്കിൽ ശരി, അമ്പലത്തിൽ പോകണമെങ്കിൽ കല്യാണം വലിച്ചേരി കണ്ണാക്കാലും ശരി, ഇങ്ങനെ തന്നെ. എടാ നിങ്ങളെ പോലെയാണ് ഞങ്ങള്. നിനക്കൊരു ഷർട്ടും മുണ്ടും എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാൻ മതി. അതുപോലെയാണ് കൊച്ചു പെൺപിള്ളേര്. അമ്മേ അല്ലാടാ പെൺപിള്ളേരുടെ കാര്യം ഞാൻ തുടങ്ങി വന്നല്ല, നിന്റെ പെണ്ണുപിള്ളേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പെൺപിള്ളേർക്ക് അതിൻ്റെതായ രീതിയിലേക്കേ വരാൻ ഒക്കത്തുള്ളൂ. അവിടെയൊക്കെ പറക്കി അടുക്കി ഒതുക്കിയൊക്കെ വെച്ചിട്ടേ വരാൻ പറ്റൂ. അല്ല മക്കളെ, നമ്മൾ ഈ പാലായി പോണത് കോട്ടയം വഴിയാണോ? അല്ല പിന്നെ നമ്മുടെ കവിൽദായുടെ ഒരേ ഒരു പെങ്ങളല്ലയോ പത്മാഷി. പത്മാഷി സുഖമില്ല ഇടക്കല്ലയോ. എനിക്ക് അവരെ ഒന്ന് പോയി കാണണമെന്നുണ്ട്. അപ്പച്ചി ഇവിടെ ഇല്ല, ബോംബെയില. അല്ലല്ല, മോളെ കൂടെ നിൽക്കുന്നത്. അഴകാശം പറഞ്ഞല്ലേ ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന്. അതന്നായിരിക്കും, ഇപ്പൊ ഒരാളായല്ലേ പറഞ്ഞിട്ട്. നീ ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചേ. അഴകാശം പറഞ്ഞതല്ലേ, ഒന്ന് ചോദിച്ചു. ഇരിക്കും, അവള് വരട്ടെ. ഇനിയിപ്പോ ഒരു കിട്ട് വരുമ്പോ ഒരു നേരാവും. നീ കല്യാണത്തിൽ പോവല്ല, ഒന്ന് വേഗം വാ ജമന്തി. നീ ഒന്ന് ഫോൺ ഒന്ന് ഫോൺ ചെയ്തേ. ആരെ ജമന്തി? ഇവിടെ ഒന്ന് ഫോൺ ചെയ്യടാ, പത്മാഷി അവിടെ ഉണ്ടായില്ലെന്ന് അറിയാൻ. ഒരാള് മമ്മ ഒരാൾ മരിച്ചു കിടക്കണം, അവിടെ പോവേണം. അതിന്റെ ഇടയിൽ ഇനിയിപ്പോ പത്മാഷി, കമലാഷി. അപ്പച്ചി കനാന എവിടെയുണ്ട്? അത് ശരി. അല്ല, ഞങ്ങള് വേറൊരു ആവശ്യമായിട്ട് പാല വരെ പോകുന്നുണ്ട്. അവിടെ തങ്കത്തിൻ്റെ ഭർത്താവില്ലേ, അവൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് പോകണം. അപ്പോൾ പോണ വഴിക്ക് അമ്മയ്ക്ക് അപ്പച്ചി ഒന്ന് കാണണമെന്ന്. അപ്പോൾ ഇതെന്തായാലും അങ്ങോട്ട് വരാം. നമ്മൾ വരുന്ന വഴി വരാം. ശരി ശരി. എങ്ങനെയുണ്ട്? അവിടെ ഉണ്ട്. പിന്നെ അമ്മ പോകുമ്പോഴല്ല, തിരികെ വരുമ്പോ നമുക്ക് അവിടെ കാണാം. അയ്യോ അത് മതി. കാരണം കാര്യമാണ് പ്രധാനം. നീ കല്യാണത്തിൽ പോണടി? കല്യാണത്തിൽ പോണ അല്ല, പിന്നെ താമസിക്കുന്നതിന് ഞാൻ റെഡിയാവും. ഇറങ്ങി പോണു. ഞാൻ നാത്തൂൻ എന്തായാലും നോക്കിട്ട് വരട്ടെ. ഇവിടുന്ന് വിളിച്ചു വെച്ചാ പോരെ? പെട്ടെന്ന് വരാൻ പറ. ഇത് അവിടെ പോയി വീണ്ടും കണ്ണാടി നോക്കാൻ പോകായിരിക്കും. മക്കൾക്കറിയാവോ, അപ്പച്ചന് ഡാഡി കൊണ്ട് അവലോസുണ്ട വേണമെന്ന് പറഞ്ഞ ഏത് പാതിരാത്രിയായാലും വിഷമിക്കല്ലേ, നാത്തു റെഡി ആയില്ലേ? അവിടേക്ക് എല്ലാരും വിളിച്ചു പറഞ്ഞോ? ആരും വിളിച്ചു പറയാൻ, എനിക്ക് ആരെങ്കിലും അറിയോ? അവിടെ ക്ലാര ചേച്ചി അടുത്ത് പറഞ്ഞു. എങ്ങനെയാ വിളിക്കണേ ക്ലാരനെ? എന്റെ ക്ലീറ്റോ ഇങ്ങനെ പേടിക്കല്ലേ, നിങ്ങൾ ഇങ്ങനെ വിഷമിക്കല്ലേ. ക്ലീറ്റോ അല്ലേ അവിടെ ധൈര്യം കൊടുക്കാനുള്ളൂ. ആദ്യമായിട്ട് മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിച്ച നാത്തിന് എന്തായാലും ക്ലാര ചേച്ചി ഒന്ന് വിളിക്കേ. എന്താ പറയണേ? ദൂരെയുള്ള ആരെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഞാൻ ഏട്ടനോട് പറയാം. എനിക്കറിയില്ല അവരുടെ ബന്ധുക്കളൊക്കെ എവിടെയാണ്. എനിക്ക് ക്ലാര ചേച്ചി എന്തായാലും വിളിക്കേ. ഹലോ 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 ക്ലാരേ, ഞങ്ങള് ഇവിടുന്ന് എവിടെയാ? ടൗണിലോ? റബ്ബറിന്റെ ഒരു മിനിറ്റ്. എന്താ ക്ലാര അറിഞ്ഞിട്ടില്ല? എനിക്ക് തോന്നുന്നു ക്ലാര
പുറത്തു പോയി നേരത്തെ അപ്പച്ചന് വയ്യാതായെന്ന് തോന്നുന്നു. നാത്തൂന് എന്തായാലും പറ, എപ്പോഴാണെങ്കിലും അറിയാനുള്ളതല്ലേ. ഒന്ന് വിളിച്ച് പറയേ. ക്ലാര അറിഞ്ഞിട്ടില്ല. നാത്തൂൻ ടൗണില് റബ്ബർ കടയിൽ ഷീറ്റ് വിൽക്കാൻ വേണ്ടി നിൽക്കണോ? ഞാൻ എന്തൊന്ന് പറയാൻ, എങ്ങനെയാണ് അപ്പച്ചൻ മരിച്ചു പോയെന്ന് പറയും. ഞാൻ വിളിച്ചു പറയാം. വിളിക്കട്ടെ? ക്ലീറ്റോ ധൈര്യമായിട്ട് ഇരിക്കും എന്റെ പൊന്ന് ക്ലീറ്റോ. ഞാൻ പറയണതൊന്ന് കേക്ക്. ഹലോ, ആ ക്ലാര ചേച്ചി, ഞാൻ ജമന്തിയാ. ഇല്ല കുഴപ്പമൊന്നുമില്ല. ആ ചേച്ചി, അല്ല വേറൊന്നുമില്ല. ഈ മരണമെന്നൊക്കെ പറയുന്നതേ എല്ലാവർക്കും വരത്തില്ലേ ചേച്ചി? അതല്ല, ഇപ്പൊ ചേച്ചി മരിക്കും, ഞാനും മരിക്കും, അച്ഛനും അമ്മയും എല്ലാവരും മരിക്കത്തില്ലേ? അയ്യോ അതല്ലേ ചേച്ചി, ഇവിടെ അങ്ങനെ ആർക്കും കുഴപ്പമൊന്നുമില്ല. ഇല്ല ക്ലീറ്റസ് ചേട്ടന് ഒരു കുഴപ്പമില്ല. ചേച്ചി ഒരു പണി, പെട്ടെന്നൊന്ന് വീട്ടിലോട്ട് ചെല്ലേ. അപ്പച്ചൻ എന്തോ സീരിയസ് ആന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്നൊന്ന് ചെല്ല്. ഇല്ല കുഴപ്പമൊന്നുമില്ല. ഇല്ല, പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് ചെന്നാ മതി. ആ ശരി. ക്ലീറ്റോ ഒന്ന് എണ്ണേക്ക്. ഇപ്പൊ വരാന്ന് പറയുന്നു. ചെല്ലുന്നു. പെട്ടെന്ന് അല്ലാതെ വണ്ടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കൊണ്ടുവന്നേ. Alien versus Alien.